നടൻ ശ്രീ കൃഷ്ണപ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഭാഗ്യവാനാണ്. കാരണം MDയുടെ വളരെ പ്രധാനപ്പെട്ട നാലുകെട്ട് എന്ന് പറയുന്ന നോവൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടേതടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ് നാലുകെട്ട്. നാലുകെട്ട് സിനിമയാകുമെന്ന് പലരും വിചാരിച്ചിരുന്നു. പലരും MDയോട് അങ്ങോട്ട് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. അതിലൊരു വേഷം തനിക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ MDയോട് തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ നാലുകെട്ട് സിനിമയായില്ല. നാലുകെട്ട് ടെലിഫിലിമായിട്ടാണ് വന്നത്. അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. MDയുടെ കഥയായതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു. അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾക്കൊന്നും ആയിരുന്നില്ല അതിലെ പ്രധാന വേഷം. ഇന്ന് നമുക്കൊപ്പം ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ശ്രീ കൃഷ്ണപ്രസാദിന് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഒരൊറ്റ ഹ്രസ്വചിത്രം മതി, അല്ലെങ്കിൽ ആ ടെലിഫിലിം മാത്രം മതി കൃഷ്ണപ്രസാദിന് ഞാൻ നടനാണ് എന്ന് രേഖപ്പെടുത്താൻ ഉള്ള ആ ഒരൊറ്റ ഫ്രെയിം മതിയാകും. ശ്രീകൃഷ്ണപ്രസാദ് MDയുടെ നാലുകെട്ടിലേക്കുള്ള അങ്ങയുടെ വരവ് അത് ഈ പ്രേക്ഷകരോടൊന്ന് പങ്കുവച്ചാൽ ഏറെ നന്നാവും. കൃഷ്ണപ്രസാദ്. ഹലോ, കേൾക്കാം. എന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച പെരുന്തച്ചൻ എന്ന സിനിമയിൽ അജയൻ സംവിധാനം ചെയ്ത പടത്തില് തച്ചന്റെ മകന്റെ വേഷത്തിലേക്കാണ് ആദ്യം അദ്ദേഹം എന്നെ വിളിച്ചത്. അതിലവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്റെ ഫിസിക്കലി ഞാൻ അത്ര അതിനകത്തല്ലായിരുന്നു. അങ്ങനെ ഞാനത് ചെയ്യാൻ പറ്റാതെ പോയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വേനൽക്കിനാവുകൾ എന്ന സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് സംവിധാനം ചെയ്തത് സേതുമാധവ് സാറാണ്. അപ്പൊ അതിലെ 3 പ്രധാനപ്പെട്ട വേഷത്തിലൊന്ന് എനിക്ക് അദ്ദേഹം ഉടൻ തന്നെ, കാരണം ഈ പെരുന്തച്ചൻ കഴിഞ്ഞ ഉടൻ തന്നെയാണ് അത് ചെയ്തത്. അത് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 4 വർഷത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ നാലുകെട്ട് ഷൂട്ടിംഗ് നടക്കുന്നത്. അന്നത്തെ ഷൂട്ടിംഗ് നടക്കുന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയേണ്ട ഒരു സാഹചര്യം. കാരണം ഇതൊരു 97 കാലഘട്ടമാണ് നാലുകെട്ടിന്റെ ഷൂട്ടിങ്ങിന്റെ സമയം. ആ സമയത്ത് പെട്ടെന്നാണ് എന്നെ വിളിക്കുന്നത്, ഇതുപോലെ പെട്ടെന്ന് പട്ടാമ്പിയില് എത്തണം എന്നുള്ളത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷൂട്ടിംഗ് ആരംഭിച്ചു. പക്ഷെ ശരിക്കും അതിലെ അപുണ്യായിട്ട് അഭിനയിക്കാൻ അവര് തീരുമാനിച്ചിരുന്നത് വിനീതിനെ. വിനീത് അന്ന് ശങ്കർ തമിഴിൽ ചെയ്യുന്ന ഒരു വലിയ ഒരു ചിത്രത്തിൽ കുടുങ്ങിപ്പോയിട്ട് വിനീതിന് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യം. അങ്ങനെ MDയുടെ ആ എന്താ പറയാ ആത്മകഥാംശമുള്ള ആ കഥാപാത്രത്തെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അങ്ങനെയാണ് എനിക്കുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല അതിൽ ചെയ്തത്, അദ്ദേഹത്തിന്റെ സംവിധാനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് സമയം ഏതാണ്ട് 1 മാസത്തോളം ഞങ്ങള് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അഭിനയിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഒരു ചെറുപ്പം കൊണ്ടാവാം അത്ര വലിയൊരു പ്രാധാന്യം അതിനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ വന്നപ്പോഴാണ് കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം MDയുടെ നാലുകെട്ടിലെ അപ്പുണ്ണി ആരാണ് എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ് അന്നത്തെ ചെറുപ്പക്കാരൻ. അന്ന് അപ്പുണ്ണി ഞാനാണ് എന്ന് സ്വയം പറഞ്ഞ് അദ്ദേഹത്തിന് കത്തെഴുതിയ നിരവധി ആൾക്കാരുണ്ട്. അത് പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ അപ്പുണ്ണിക്ക് ഒരു ഭാവം കൊടുക്കുവാൻ എന്നെപ്പോലെ ഒരാളെ അദ്ദേഹം സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ എന്താ പറയാ, MDയുടെ അപ്പുണ്ണി എന്നുള്ള ഒരു കഥാപാത്രത്തിന് ഞാൻ എന്താ സംസ്ഥാന അവാർഡിന്, ഒരു ദേശീയ അവാർഡിന് സമാനമായ നിലയിൽ ഞങ്ങൾ രേഖപ്പെടുത്തും. ഒരു ദേശീയ അവാർഡ് അല്ലെങ്കിൽ ഒരു സംസ്ഥാന അവാർഡിന് സമാനമായ നിലയിൽ ആ കഥാപാത്രത്തെ കാണാം. അതിനപ്പുറമായിരിക്കാം തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ഈ വേനൽക്കിനാവുകൾ എന്നുള്ള സിനിമ അല്ലെങ്കിൽ പെരുന്തച്ചൻ എന്നുള്ള സിനിമയിൽ അവസരം ലഭിക്കാതെ വന്നതുകൊണ്ട് ഈ നാലുകെട്ടിലേക്ക് എത്തുന്നു. MD സംവിധായകൻ എന്നുള്ള നിലയിൽ ശ്രീ കൃഷ്ണപ്രസാദ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ള
എഴുത്തുകാരൻ, കഥാകാരൻ എന്നുള്ള നിലയിലാണ് MD നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഒരു നടൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ സംവിധാന സ്വഭാവത്തെ വിലയിരുത്തുന്നത് കൃഷ്ണപ്രസാദ്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സീൻ ഉണ്ടെങ്കിൽ ആർക്കും അത് ഉൾക്കൊണ്ട് സംവിധാനം ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന്റെ സീൻ എഴുതിയിരിക്കുന്നതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാണും. അതിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതിന്റെ എല്ലാ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ അദ്ദേഹം മൊത്തം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലുണ്ടാകും. എന്റെ ഒരു ചെറിയൊരു ഭാഗ്യം കൂടെ പറയാം. വേനൽക്കിനാവുള്ള ഷൂട്ടിംഗ് നടക്കുന്നത് ആദ്യം എന്റെ സീൻസൊക്കെ മദ്രാസിലാണ്. അപ്പൊ ആദ്യം ഞാൻ ചെല്ലുമ്പോൾ അവിടെ അസോസിയേറ്റ് വളരെ തിരക്കിലാണ്. അപ്പൊ അദ്ദേഹത്തിന് സമയം കിട്ടാതെ വന്നപ്പോൾ ഈ കോപ്പി എടുക്കുന്നത് അന്നൊക്കെ എഴുതി കോപ്പി എടുക്കാം. അപ്പൊ അതിനിരിക്കുന്ന ആൾക്ക് ഇദ്ദേഹം അസോസിയേറ്റിന് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ചുമ്മാതെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ആ എഴുത്ത് വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ എഴുത്ത് അങ്ങനെ എല്ലാവർക്കും വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് ആ ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ എനിക്കത് എഴുതി വായിച്ചെടുക്കാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് കോപ്പി എടുക്കുവാൻ, ഈ പറഞ്ഞ അസിസ്റ്റന്റിന് കോപ്പി എടുക്കുവാൻ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ആ വേനൽക്കിനാവുകളിൽ എന്താ പറയുക, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യുന്ന ജോലികൾ പോലും എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു സ്ക്രിപ്റ്റിൽ എന്തൊക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പടം ചെയ്തവർക്കറിയാം. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സുഖിതനായിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയുക, നമ്മളെ കൺഗ്രാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ മന്ദസ്മിതം, ഒരു കോടിയ അദ്ദേഹത്തിന്റെ ആ ചുണ്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് തരുന്ന ഒരു അവാർഡ്. അത് കിട്ടുക എന്ന് പറയുന്നത് ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവത്തിൽ ഒന്ന് തലയാട്ടും. ആ തലയാട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ അതിനിയും നഷ്ടമാകുന്നു. എനിക്കല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അത് നഷ്ടമാകുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വേദന. അതെ.